നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യ വീണ്ടും ഭീതിയിൽ. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ ആക്രമിച്ച് അമേരിക്ക. ട്രംപ് ചെയ്തത് കടൽ കൊള്ളയെന്നും തിരിച്ചടിക്കുമെന്നും ഇറാൻ. ഇസ്ലാമാബാദിലെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നും പ്രഖ്യാപനം. ഹോർമൂസിൽ കപ്പലുകൾ തടയാൻ നിയമനിർമ്മാണത്തിന് ഇറാൻ. എണ്ണവില വീണ്ടും കുതിക്കുന്നു. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദിയിൽ. സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനുമായി കൂടിക്കാഴ്ച നടത്തി അജിത് ഡോവൽ. കുവൈറ്റിൽ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെട്ട പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള സാധ്യതകൾ തടയുക ലക്ഷ്യം. ദേശീയ ഐക്യം തകർക്കാനും അസ്ഥിരത സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച തീവ്രവാദ സംഘം UAEയിൽ അറസ്റ്റിൽ. ഇറാന്റെ വിലായത്ത് അൽ ഫഹീഹുമായി ഈ ശൃംഖലയ്ക്ക് ബന്ധമുണ്ടെന്ന് അധികൃതർ. ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കാൻ സംഘം ശ്രമിച്ചുവെന്നും കണ്ടെത്തൽ. കോഴിക്കോട് ജില്ലയിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന വെള്ളിമാടുകുന്നിലെ സ്ട്രോങ് റൂം ഉദ്യോഗസ്ഥർ തുറന്നെന്ന് UDF. BSF സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യം. റിട്ടേണിംഗ് ഓഫീസറെ മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി UDF സ്ഥാനാർത്ഥികൾ. റിട്ടേണിംഗ് ഓഫീസർ മറന്നുവെച്ച ചില രേഖകൾ എടുക്കാൻ റിസർവ് റൂമാണ് തുറന്നതെന്നും ഏജന്റുമാരെ അറിയിച്ചിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട് 4 ദിവസം വരെ തുടരും. പാലക്കാടും കൊല്ലത്തും താപനില ഇനിയും ഉയരാൻ സാധ്യത. അൾട്രാവയലറ്റ് വികിരണത്തോത് കൂടുന്നു. നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിൽ അട്ടിമറി സംശയിക്കുന്നതായി ആവർത്തിച്ച് UDF. അട്ടിമറിക്ക് ശ്രമമെന്ന പരാതിയുമായി UDF രംഗത്തെത്തി. പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ ഉള്ള റൂം തുറന്നുവെന്നാരോപിച്ചാണ് UDF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ UDF മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി അയച്ചിട്ടുണ്ട്. അതേസമയം പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ തുറന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. കോഴിക്കോട് ജില്ലയിലെ 7 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് വെള്ളിമാടുകുന്ന് JDTയിലെ സ്ട്രോങ് റൂമിലാണ്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT കോളേജിലെ സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നെന്നാണ് UDFന്റെ ആരോപണം. പിന്നിൽ അട്ടിമറിയാണെന്നാരോപിച്ച് UDF നേതാക്കളും സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് K പ്രവീൺകുമാറും MA റസാഖും ഫാത്തിമ തെഹ്ലെ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ അറിവോടുകൂടിയല്ല മുറി തുറന്നതെന്ന് UDF ആരോപിച്ചു. കൃത്യമായ നോട്ടീസ് ഇല്ലാതെ മുറി തുറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് 11 മണിയോടെ മുറി തുറക്കുന്നുവെന്ന് മെയിൽ വന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ തുറന്നിരുന്നുവെന്നും പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ പ്രതികരിച്ചു. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു മൂവ്മെന്റ് ഒരു റൂമും ഞങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾ തുറക്കാൻ പറ്റില്ല, പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ തുറക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു. മെയിൽ അയക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് തുറക്കണം, അതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ 11 മണിയാവുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മെയിൽ അവര് ഫോർവേഡ് ചെയ്തു. ആ സമയത്ത് ഇവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു. കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള സ്ട്രോങ് റൂമിൽ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം പോലുമില്ലാതെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ എന്തിനു പോയെന്ന് വ്യക്തമാക്കണമെന്ന് MK രാഘവൻ MPയും പ്രതികരിച്ചു. ഇവരെന്തു ചെയ്യുന്നു ആർക്കും അറിയില്ല. എന്തിനാണ് ആരാകത്ത് കടന്നത്? സെൻട്രൽ ഫോഴ്സ് മാത്രം ഉള്ളിൽ പോകേണ്ട സ്ഥാനത്ത് എന്താ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ് പോയി എന്തിനാ പോയത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനായി പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറിയല്ല തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഈ പ്രദേശം പൂർണ്ണമായും BSFന്റെ സുരക്ഷയിലാക്കണമെന്നും സ്ട്രോങ് റൂമിന്റെ പരിസരത്തുള്ള സ്പെയർ റൂം പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നും UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊടും ചൂടിൽ വലഞ്ഞ സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്.
പൊള്ളുന്ന ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടും. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് പരമാവധി ഒഴിവാക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കത്തിക്കാളുന്ന കൊടും ചൂടിന് ആശ്വാസമായി ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. മഴയ്ക്ക് പിന്നാലെ ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുറഞ്ഞു. 106.03 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി. 5600 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ ഉയർന്ന ആവശ്യകത. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്നതിനാലാണ് ഫിസിക്കൽ വിദ്യാഭ്യാസം പാടില്ല എന്ന തീരുമാനമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ. അംഗനവാടികളിൽ നിയന്ത്രണമില്ല. അംഗനവാടികളിൽ കുട്ടികളെ അയക്കണോ എന്നത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്നും മാറ്റിവെക്കാനാവാത്ത പരീക്ഷകളുണ്ടെങ്കിൽ ചൂടിനെ അതിജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയ ശേഷം നടത്താമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലയിൽ ഇത്തവണ അത്യാവശ്യം നല്ല ചൂടാണ്. നമ്മൾ പൊതുവേ കേരളത്തിൽ എല്ലായിടത്തും നല്ല ചൂടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പാലക്കാട് ജില്ലയിലും നല്ല രീതിയിലുള്ളൊരു ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ അവധി കൊടുക്കാം, ഫിസിക്കൽ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് അവധി കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ മരണം പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോടാലി സ്വദേശി സിൽജോയുടെ മകൻ ആൽജോ ആണ് മരിച്ചത്. കിളിമാനൂരിൽ വീട്ടുമുറ്റത്ത് കിണറിന് സമീപത്ത് വെച്ച് പാമ്പുകടിയേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. കാരേറ്റ് പേടിക്കുളം സ്വദേശി സുധർമ്മയാണ് മരിച്ചത്. വയനാട്ടിൽ വീട്ടുപറമ്പിൽ മൂർഖൻ പാമ്പിനെയും 28 കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. കോടാലി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലായിരുന്നു സംസ്കാരം. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കിടക്കയിൽ തലയണക്കടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ദേഹത്ത് പാമ്പ് കടിയേറ്റ അടയാളവും കണ്ടെത്തിയിരുന്നു. പാമ്പ് കടിയേറ്റ സഹോദരൻ ആനോഷ് ആശുപത്രിയിൽ തുടരുകയാണ്. അതേസമയം കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പ് കടിയേറ്റ വീട്ടമ്മ മരിച്ചു. പേടികുളം സ്വദേശി 75 വയസ്സുള്ള സുധർമ്മയാണ് മരിച്ചത്. വലതുകാലിനാണ് കടിയേറ്റത്. രാവിലെ കിണറിന് സമീപം വെച്ചാണ് പാമ്പ് കടിയേറ്റത്. ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടിച്ച പാമ്പ് ഏതിനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതേസമയം വയനാട്ടിലെ വീട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെയും 28 കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. വയനാട് പയ്യമ്പള്ളി പടമല പൂവത്തിങ്കൽ ടോമിയുടെ പറമ്പിലാണ് മൂർഖൻ പാമ്പിനെയും 28 പാമ്പിൻ കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത്. പ്രാദേശിക പാമ്പ് പിടുത്തക്കാർ എത്തിയാണ് മുഴുവൻ പാമ്പുകളെയും പിടികൂടിയത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അമേരിക്കയുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. US നടത്തിയ ആക്രമണങ്ങൾ മറക്കാൻ കഴിയില്ല എന്നും വെടിനിർത്തൽ കരാർ അമേരിക്ക ലംഘിച്ചുവെന്നും ഇറാൻ. സമുദ്ര ഉപരോധം ഏർപ്പെടുത്തിയതും ഇറാനിയൻ കപ്പൽ ആക്രമണവും അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ബാസ് അരാക്ചി പറഞ്ഞു. യുദ്ധഭീതി ഒഴിയാതെ പശ്ചിമേഷ്യ. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും വഴിമുട്ടി. തിരിച്ചടിക്കുമെന്നും ഇനി അമേരിക്കയുമായി പുതിയ ചർച്ചയ്ക്ക് തങ്ങൾ ഇല്ല എന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത് അമേരിക്ക വെടിനിർത്തൽ ധാരണ ലംഘിച്ചതോടെയാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. രണ്ടാംഘട്ട സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് അമേരിക്കയുടെ പ്രകോപനം. അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ മറക്കാനാവില്ല എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ബാസ് അരാക്ചി പറഞ്ഞത്. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയതിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക അത് ലംഘിച്ചു. സമുദ്ര ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാനിയൻ കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. ഇത് വെടിനിർത്തലിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണെന്നും ഇറാൻ പറയുന്നു.
US ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുമ്പ് ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായിരുന്നുവെന്നാണ് ഇറാന്റെ വാദം. സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ എണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് വെടിവെപ്പ് നടത്തിയതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് മേഖലയിൽ ഇന്ത്യൻ നാവികസേന സുരക്ഷാവലയം ഒരുക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ കാത്തുനിൽക്കുന്ന എല്ലാ ഇന്ത്യൻ കപ്പലുകളുടെയും സുരക്ഷയ്ക്കാണ് സേന മുൻഗണന നൽകുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി സന്ദർശിച്ചു. ഞായറാഴ്ച റിയാദിലെ മന്ത്രാലയ ആസ്ഥാനത്ത് വെച്ച് വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും സംയുക്ത സഹകരണത്തിന്റെ മേഖലകൾ അവലോകനം ചെയ്യുകയും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള സൗദി വിദേശ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ സൗദ് അൽസാത്തി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സൗദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരനുമായും അജിത് ഡോവൽ ചർച്ച നടത്തി. ഊർജ്ജ മേഖലാ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള വഴികളും ഊർജ്ജ സുരക്ഷയെയും ഊർജ്ജ വിതരണത്തിന്റെ സ്ഥിരതയെയും പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സഹമന്ത്രിയുമായ ഡോക്ടർ മുസാദ് അൽ ഐബാനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ധാരണ. ഇന്ത്യയിൽ കൊറിയൻ വ്യാവസായിക ടൗൺഷിപ്പുകൾ സ്ഥാപിക്കുമെന്നും പുതിയ വ്യാപാര കരാറിന് രൂപം നൽകുമെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ്ങുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ്ങിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ലീ ജെയ് മ്യൂങ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വ്യാപാര വാണിജ്യ മേഖലയിൽ സഹകരണം ശക്തമാക്കുന്നതിനുള്ള കരാറുകൾ ഉഭയകക്ഷി ചർച്ചയിൽ ഒപ്പുവെച്ചു. ദക്ഷിണ കൊറിയയുമായി വ്യാപാരം $27 ബില്യൺ എത്തിയെന്നും 2030 ആകുമ്പോഴേക്കും ഇത് $50 ബില്യൺ ഉയർത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു. കൊറിയൻ ചെറുകിട സംരംഭങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നും സാങ്കേതിക വിദ്യയിലും സഹകരണം വർദ്ധിപ്പിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. दोनों देशों के बीच फाइनेंशियल फ्लोस को सुगम बनाने के लिए हमने भारत कोरिया फाइनेंशियल फोरम की शुरुआत की है. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധികളും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും പ്രധാനമന്ത്രിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റും വിശദമായി ചർച്ച ചെയ്തു. കപ്പൽ നിർമ്മാണം, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം. വടക്കൻ ജപ്പാനിലെ സാൻഹു തീരത്താണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. 3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞു വീശിയേക്കാമെന്നും സുനാമി സാധ്യതയുണ്ടെന്നും ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ താമസക്കാരോട് ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. പസഫിക് സമുദ്രത്തിലാണ് പ്രഭവ കേന്ദ്രം. 10 കിലോമീറ്റർ ആഴത്തിലുള്ള ഭൂചലനം 100 കിലോമീറ്ററോളം അകലെയുള്ള ടോക്കിയോ നഗരത്തിലടക്കം പ്രകമ്പനമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ തീരപ്രദേശങ്ങളിൽ സുനാമിയുടെ ആദ്യ തിരകൾ കണ്ടതായി ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ അടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ സ്വകാര്യ ചാർട്ടേഡ് വിമാനം തകർന്നു വീണു. ജസ്പൂരിലെ വനമേഖലയിലാണ് വിമാനം തകർന്നു വീണത്. 2 പൈലറ്റുമാർ മരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 3 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നും മാധ്യമങ്ങൾ പറയുന്നു. വിമാനം താഴ്ന്നു പറക്കുന്നതിനിടെ മരത്തിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആരൊക്കെ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ആരോഗ്യവകുപ്പ് ശസ്ത്രക്രിയാ പിഴവിൽ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നു. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണമെന്നും ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണമെന്നും മാർഗരേഖയിൽ പറയുന്നുണ്ട്. ശസ്ത്രക്രിയാ രംഗത്തെ പിഴവുകൾ കുറയ്ക്കുന്നതിനായി സർജിക്കൽ പ്രോട്ടോകോൾ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. ചെറുതും വലുതുമായ എല്ലാ ശസ്ത്രക്രിയകൾക്കും മാർഗനിർദ്ദേശം ബാധകമാണ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇനി മുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. വാർഡ് ഡോക്ടറും നഴ്സ് ഇൻചാർജും പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ച് ഒപ്പിടണം. തിയേറ്റർ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തിയേറ്ററിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, നശിപ്പിക്കുന്ന വസ്തുക്കൾ എന്നിവയുടെ കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വൈറ്റ് ബോർഡിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പേരും എണ്ണവും രേഖപ്പെടുത്തണം. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഉപകരണങ്ങളുടെ എണ്ണം പരിശോധിച്ച് ചെക്ക് ലിസ്റ്റ് ബന്ധപ്പെട്ട മേധാവിക്ക് കൈമാറണം. മാർഗനിർദ്ദേശം നടപ്പായാൽ ആർക്കും പരസ്പരം പഴിചാരാൻ സാധിക്കില്ലെന്നും 23 പേജുള്ള മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ വാർത്തയാകുന്ന കാലത്ത് പുതിയ മാർഗരേഖ ആശ്വാസമാകുമെന്ന് തീർച്ചയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിൽ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെട്ട പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. ഇത്തരം അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള സാധ്യതകൾ തടയുവാൻ ലക്ഷ്യമാക്കിയാണ് ഈ നടപടി. ഇത്തരം തൊഴിലാളികളെ കണ്ടെത്തുവാൻ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനും ബാങ്കുകളും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഓട്ടോമാറ്റഡ് ലിങ്ക് സേവന സംവിധാനം പ്രയോജനപ്പെടുത്തുവാനും സെൻട്രൽ ബാങ്ക് പ്രാദേശിക ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയായതായി റിപ്പോർട്ട്. പ്രവർത്തന സജ്ജത നേരിട്ട് വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ വിമാനത്താവളത്തിൽ സന്ദർശനം നടത്തി. യാത്രക്കാരെ സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയും സംഘവും ഡിപ്പാർച്ചർ അറൈവൽ ഹാളുകളിൽ വിശദമായ പരിശോധന നടത്തി. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനം. കുവൈറ്റിൽ അടുത്ത ദിവസങ്ങളിൽ ഉൽക്കാവർഷം ദൃശ്യമാകും. ഈ മാസം 22, 23 തീയതികളിലാണ് ഏറ്റവും പഴക്കം ചെന്ന ഉൽക്കാവർഷങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലർഡ് ഉൽക്കാവർഷം കുവൈറ്റിന്റെ ആകാശത്ത് ഏറ്റവും പരമതിയിൽ ദൃശ്യമാവുക. അൽ ഉജൈറി സയന്റിഫിക് സെന്റർ ആണ് ഇക്കാര്യം അറിയിച്ചത്. രാത്രി 9 മണിക്ക് ശേഷം നഗര വെളിച്ചത്തിൽ നിന്ന് അകലെയുള്ള പ്രദേശങ്ങളിൽ ഇവ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ആകാശപ്രേമികൾക്ക് ആകർഷകവും അപൂർവവുമായ ഒരു കാഴ്ച പകർത്താൻ അനുയോജ്യമായ അവസരമാണ് ഇതെന്നും ഉജൈറി സെന്റർ പ്രസ്താവിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടച്ച UAE സ്കൂളുകൾ പ്രവർത്തനം ആരംഭിച്ചു. പൂക്കളും മധുര പലഹാരങ്ങളും നൽകിയാണ് പല സ്കൂളുകളും വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. കോളേജുകളിലെ പ്രവർത്തനവും പുനരാരംഭിച്ചിട്ടുണ്ട്. അതേസമയം ചില സ്കൂളുകളിൽ വിദൂര പഠന രീതി കുറച്ച് ദിവസങ്ങൾ കൂടി തുടരും. ഇറാൻ US ഇസ്രായേൽ യുദ്ധത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിലാണ് UAE സ്കൂളുകൾ അടച്ചത്. ഏതാണ്ട് 50 ദിവസങ്ങൾക്ക് ശേഷം വിദ്യാലയങ്ങൾ ഇന്ന് തുറന്നു. സ്കൂൾ ബസ്സുകളുടെ സർവീസും ആരംഭിച്ചിട്ടുണ്ട്. 1.5 മാസത്തിലേറെ നീണ്ട ഓൺലൈൻ പഠനകാലത്തിന് ശേഷം വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നേരിട്ടെത്തി പഠനം ആരംഭിച്ചത് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഹൃദ്യമായ സന്ദേശത്തോടെ സ്വാഗതം ചെയ്തു. വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാത്ത ജനതയാണ് നമ്മളെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നിങ്ങൾക്കൊപ്പവും നിങ്ങൾക്ക് വേണ്ടിയുമാണ് UAE അതിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതെന്നും വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ അസാധാരണ സാഹചര്യത്തിലും തടസ്സങ്ങളില്ലാതെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൂക്കളും മധുരപലഹാരങ്ങളും നൽകിയാണ് സ്കൂളുകൾ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തത്. കൂട്ടുകാർക്കൊപ്പം ക്ലാസുകളിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കിയാണ് സ്കൂളുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ചില സ്കൂളുകൾ വരുന്ന ഒരാഴ്ച കൂടി ഓൺലൈൻ പഠന രീതിയിൽ തുടരും. അമൃത ന്യൂസ്, ദുബായ്. ദേശീയ ഐക്യം തകർക്കാനും അസ്ഥിരത സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിച്ച തീവ്രവാദ സംഘത്തെ UAE അറസ്റ്റ് ചെയ്തു. ഇറാന്റെ വിലായത്ത് അൽ ഫഖീഹുമായി ഈ ശൃംഖലയ്ക്ക് ബന്ധമുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കാൻ സംഘം ശ്രമിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിച്ചുവെന്നും സംഘത്തിലേക്ക് ആളുകളെ കൂട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. എമിറാത്തി യുവാക്കൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇവർ ശ്രമിച്ചു. രാജ്യത്തിനകത്തും പുറത്തും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി അംഗങ്ങൾ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയെന്നും കണ്ടെത്തിയിരിക്കുന്നു. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് സാഹചര്യത്തെ നേരിടാനും രാജ്യം സജ്ജമാണെന്നും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിലെ യാംബുവിൽ നടക്കുന്ന 16ാമത് അന്താരാഷ്ട്ര പുഷ്പമേളയിലേക്ക് ജനപ്രവാഹം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്വദേശികളും മലയാളികളടക്കമുള്ള വിദേശികളുമായി ആയിരങ്ങളാണ് ഓരോ ദിവസവും പുഷ്പനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഏപ്രിൽ 23 വരെ നീണ്ടുനിൽക്കുന്ന മേള സന്ദർശകർക്ക് നവ്യാനുഭവം സമ്മാനിക്കുന്നു. മാർച്ച് 23 തുടക്കം കുറിച്ച യാംബോ പുഷ്പമേളയുടെ ആദ്യ ദിനം മുതൽ തന്നെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. യാംബോ റോയൽ കമ്മീഷൻ അൽ മുനാസബത്ത് പാർക്കിൽ ഒരുക്കിയ പുഷ്പമേള സൗദിയിലെ തന്നെ ഏറ്റവും വലിയ
സാംസ്കാരിക ഉല്ലാസ പരിപാടിയായി മാറിക്കഴിഞ്ഞു. മലയാളി പ്രവാസി സംഘടനകളുടെയും മറ്റു നേതൃത്വത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ സന്ദർശകരുടെ വലിയ നിര തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡുകളിൽ ഇടം പിടിച്ച ചരിത്രമുള്ള യാംബു പുഷ്പോത്സവത്തിൽ വർഷവും അത്ഭുതകരമായ പുതുമകളാണ് റോയൽ കമ്മീഷൻ ഒരുക്കുന്നത്. സെയ്ദ് അലവി, ജിദ്ദ. ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് എല്ലാ വർഷവും യാംബോ ഫ്ലവർ ഷോക്ക് വരാറുണ്ട്. കാരണം എല്ലാ വർഷവും വ്യത്യസ്തമായ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ 5 റിയാലാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. 20 റിയാൽ നൽകിയാൽ സീസൺ ടിക്കറ്റും ലഭ്യമാണ്. സന്ദർശകർക്ക് ഓൺലൈൻ വഴി ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ് പ്രവേശന സമയം. രാത്രിയിൽ അരങ്ങേറുന്ന സാംസ്കാരിക പരിപാടികൾ, വൈവിധ്യമാർന്ന ഫുഡ് കോർട്ടുകൾ, പക്ഷികളുടെ പാർക്ക്, കുട്ടികളുടെ കളിസ്ഥലം എന്നിവ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹൃദ്യമായ അനുഭൂതി പകരുന്നു. പുഷ്പമേളക്കെത്തുന്നവർക്ക് യാംബുവിലെ പഴയ നഗരം, തടാകം, കോറൽ ബീച്ചുകൾ എന്നിവ സന്ദർശിക്കാനും ബോട്ട് യാത്ര ആസ്വദിക്കാനുമുള്ള സൗകര്യമുണ്ട്. നൂറുകണക്കിന് മലയാളികളടക്കമുള്ള പ്രവാസികളും സ്വദേശികളുമാണ് യാംബോയിലേക്ക് ഒഴുകിയെത്തുന്നത്. യാംബോയിലെ ഫ്ലവർ ഷോയിൽ നിന്ന് സുൽഫിഖർ റദായ്, അമൃത ന്യൂസ്. ജിദ്ദ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജയന്തി ദിനാചരണം ഷറഫയിൽ സംഘടിപ്പിച്ചു. ആസിസ് ലാക്കൽ അധ്യക്ഷത വഹിച്ചു. അംബേദ്കർ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി 1 മിനിറ്റ് മൗനാചരണം നടത്തിയതിനു ശേഷമാണ് പരിപാടി തുടങ്ങിയത്. ജിദ്ദയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്ത ചടങ്ങ് അംബേദ്കറുടെ മഹത്തായ ചിന്തകളും സാമൂഹിക ദർശനങ്ങളും അനുസ്മരിക്കുന്നതായിരുന്നു. തുടർന്ന് നടന്ന ജയന്തി ദിനയോഗത്തിൽ വിവിധ നേതാക്കൾ സംസാരിച്ചു. പ്രിൻസാദ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. കമാൽ കളപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തി. UM ഹുസൈൻ സ്വാഗതവും സാജു റിയാസ് നന്ദിയും പറഞ്ഞു. സൗദിയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് വ്യാജ ബലി കൂപ്പൺ വിൽപ്പനയെക്കുറിച്ച് പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ പ്രവാസിയെ മക്ക പോലീസ് അറസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ വഴി പരസ്യങ്ങൾ നൽകിയാണ് ഇയാൾ ആളുകളെ കബളിപ്പിച്ചിരുന്നത്. നിയമപരമായ ഇക്കാമയിൽ രാജ്യത്ത് കഴിയുന്ന യമനി യുവാവാണ് അറസ്റ്റിലായതെന്ന് മക്ക പോലീസ് അറിയിച്ചു. ഇയാളെ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. പൂജകളും ജ്ഞാനയജ്ഞങ്ങളും മഹോത്സവത്തെ ഭക്തിനിർഭരമാക്കി. പ്രഭാഷണങ്ങളും ഭക്തിഗാനസുതയും ഭക്തർക്ക് ആത്മീയ ഉണർവേകി. ആഘോഷങ്ങളുടെ ഭാഗമായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. മഹാഗണപതി ഹോമത്തോടെയായിരുന്നു 2ാം ദിനത്തിലെ മഹോത്സവം ആരംഭിച്ചത്. ശിവശക്തി ഹോമം, മഹാസുദർശന ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന, നവകം, പഞ്ചഗവ്യം, കലശപൂജ, അഭിഷേകം എന്നിവയും ഉണ്ടായിരുന്നു. അഖിലേന്ത്യാ സിവിൽ സർവീസ് റാങ്ക് ജേതാവ് നിതിൻ പ്രദീപ്, CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ഉന്നത റാങ്ക് നേടിയ കൂത്തുപറമ്പ് അമൃത വിദ്യാലയത്തിലെ പാർവതി TC, തലശ്ശേരി അമൃത വിദ്യാലയത്തിലെ ധ്രുവ് D കുറുപ്പ്, കണ്ണൂർ അമൃത വിദ്യാലയത്തിലെ ഇന്ദ്രജ ശ്രീജിത്ത് എന്നിവർക്ക് വിശിഷ്ടാതിഥി സ്വാമിനി അതുല്യാമൃത പ്രാണ ഉപഹാരം നൽകി ആദരിച്ചു. സ്വാമിനി അതുല്യാമൃത പ്രാണയുടെയും ബ്രഹ്മചാരിണി ആദിദേവാമൃത ചൈതന്യയുടെയും പ്രഭാഷണവും ഭക്തർക്ക് ആത്മീയ ഉണർവേകി. ഭക്തിഗാനസുധ, അമൃതപ്രസാദം, കലാപരിപാടികൾ എന്നിവയോടെ 15ാമത് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് സമാപനമായി. രണ്ട് ദിവസങ്ങളിലായി നടന്ന വിവിധ പൂജായജ്ഞ പ്രഭാഷണങ്ങൾ ഭക്തരുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. അമൃത ന്യൂസ്, കണ്ണൂർ. അമൃത സർവകലാശാല കുട്ടികൾക്കായി സൗജന്യ സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 1 മുതൽ 5 വരെ കൊല്ലം അമൃതപുരി ക്യാമ്പസിലാണ് ക്യാമ്പ് നടക്കുക. 9 മുതൽ 16 വരെ വയസ്സുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. ജ്ഞാനവും വിനോദവും കോർത്തിണക്കിയാണ് വിസ്മയ 2026 എന്ന പേരിൽ 5 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുട്ടികളിലെ സർഗവാസനകളെയും വ്യക്തിത്വത്തെയും ഉണർത്തുകയാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9778402 692 എന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ്.
കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. പൂജകളും ജ്ഞാനയജ്ഞങ്ങളും മഹോത്സവത്തെ ഭക്തി നിർഭരമാക്കി. പ്രഭാഷണങ്ങളും ഭക്തിഗാനസുധയും ഭക്തർക്ക് ആത്മീയ ഉണർവേകി. ആഘോഷങ്ങളുടെ ഭാഗമായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. മഹാഗണപതി ഹോമത്തോടെയായിരുന്നു രണ്ടാം ദിനത്തിലെ മഹോത്സവം ആരംഭിച്ചത്. ശിവശക്തി ഹോമം, മഹാസുദർശന ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന, നവകം, പഞ്ചഗവ്യം, കലശപൂജ, അഭിഷേകം എന്നിവയും ഉണ്ടായിരുന്നു. അഖിലേന്ത്യാ സിവിൽ സർവീസ് റാങ്ക് ജേതാവ് നിതിൻ പ്രദീപ്, CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ഉന്നത റാങ്ക് നേടിയ കൂത്തുപറമ്പ് അമൃത വിദ്യാലയത്തിലെ പാർവതി TC, തലശ്ശേരി അമൃത വിദ്യാലയത്തിലെ ധ്രുവ് D കുറുപ്പ്, കണ്ണൂർ അമൃത വിദ്യാലയത്തിലെ ഇന്ദ്രജ ശ്രീജിത്ത് എന്നിവർക്ക് വിശിഷ്ടാതിഥി സ്വാമിനി അതുല്യാമൃത പ്രാണ ഉപഹാരം നൽകി ആദരിച്ചു. സ്വാമിനി അതുല്യാമൃത പ്രാണയുടെയും ബ്രഹ്മചാരിണി ആദിദേവാമൃത ചൈതന്യയുടെയും പ്രഭാഷണവും ഭക്തർക്ക് ആത്മീയ ഉണർവേകി. ഭക്തിഗാനസുധ, അമൃതപ്രസാദം, കലാപരിപാടികൾ എന്നിവയോടെ 15ാമത് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് സമാപനമായി. രണ്ട് ദിവസങ്ങളിലായി നടന്ന വിവിധ പൂജായജ്ഞ പ്രഭാഷണങ്ങൾ ഭക്തരുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. അമൃത ന്യൂസ്, കണ്ണൂർ. IPL ഗുജറാത്ത് ടൈറ്റൻസിനെ 99 റൺസിന് തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ്. 15.5 ഓവറിലാണ് മുംബൈ വിജയം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് നേടി. 101 റൺസ് നേടി പുറത്താകാതെ നിന്ന തിലക് വർമ്മയുടെ പ്രകടനമാണ് മുംബൈക്ക് മുതൽക്കൂട്ടായത്. IPLൽ തിലകിന്റെ ആദ്യ സെഞ്ചുറിയാണ് ഇത്. 45 പന്തിൽ നിന്നാണ് സെഞ്ചുറി നേട്ടം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.